ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തോ? ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ ആണവ കേന്ദ്രം തകർന്നുവോ? ഇത്തരമൊരു ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വരികയാണ്. അതിനുള്ള കാരണം ചില പത്രങ്ങൾ, അന്താരാഷ്ട്ര പത്രങ്ങൾ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നു എന്നതു തന്നെയാണ്. അതായത് ഇസ്രായേലിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ, ഇസ്രായേലിൽ കൃത്യമായി എത്ര പേർ മരിച്ചുവെന്നോ, എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ, ഇസ്രായേലിൻ്റെ എത്ര തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർന്നുവെന്നോ എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും കൃത്യമായ ഒരു വിവരമില്ല. ആകപ്പാടെ IDF സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേലിന് സംഭവിച്ച ഡാമേജ് എന്ന മട്ടിൽ പുറത്ത് കാണിക്കുന്നത്. പണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയത്ത് ഹമാസും അതുപോലെ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള പല ഗ്രൂപ്പുകളും പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന് 50 നഷ്ടപ്പെട്ടു എന്നവർ പറഞ്ഞാൽ അത് 500 5000 ആയിരിക്കാം യാഥാർത്ഥ്യം. അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്ന് നേരത്തെ ഒരു പ്രചാരണമുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണ സംഭവങ്ങളിലും ഇസ്രായേൽ ബോധപൂർവം കണക്കുകൾ കുറച്ചു കാണിക്കുകയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്തും ഇസ്രായേൽ തെറ്റായ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു പറഞ്ഞത്, അല്ലെങ്കിൽ ശരിയായ വിവരങ്ങൾ പുറത്തു പറയാൻ മടിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ. അതെന്തായിരുന്നു? ഞങ്ങളുടെ നേർക്ക് ഇറാൻ്റെ ആക്രമണങ്ങൾ വന്നുവെങ്കിലും ഞങ്ങളത് മുഴുവൻ തടുത്തു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് മുഴുവൻ ഞങ്ങൾ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഇസ്രായേൽ തൊട്ടു പിന്നാലെ അയൺ ഡോമിനേക്കാൾ കൂടിയ ശേഷിയുള്ള താഡ് ഡിഫൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് കാരണം അയൺ ഡോമിൻ്റെ പ്രതിരോധ ശക്തി കുറവാണെന്ന് ഇറാൻ്റെ ഇതിനു മുമ്പുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ മനസ്സിലാക്കി. കാരണം പല രീതിയിലും മിസൈലുകൾ അന്ന് ഇസ്രായേലിനുള്ളിലേക്ക് എത്തി എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. അപ്പോൾ ഇസ്രായേലിനെ പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഇസ്രായേൽ പലതും മൂടി വയ്ക്കാൻ വ്യഗ്രത കാണിക്കുന്നു, പരാജയം പുറത്ത് കാണിക്കില്ല എന്ന വാദങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നത്. ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയോ? അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിൻ്റെ ഡിമോണ ന്യൂക്ലിയർ സൈറ്റിൽ സ്ഫോടനം നടത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ നടത്തി എന്നാണ് ഒരു ചോദ്യചിഹ്നത്തിലൂടെ ടൈംസ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഇങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളും ഒരു ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാൻ നടത്തിയ ആക്രമണം അത്രയ്ക്കും ശക്തമായിരുന്നു, അത്രയും പ്രിസിഷനോട് കൂടിയുള്ളതായിരുന്നു, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. 200-ലധികം മിസൈലുകൾ ഒരു മഴ പോലെ, ഒരു തിരമാല പോലെ തുടർച്ചയായി ഇങ്ങനെ ഇസ്രായേലിന് നേരെ പാഞ്ഞു വരികയാണ്. ഇതിൽ പല മിസൈലുകളും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തെയും അതുപോലെ തന്നെ ഈ പറയുന്ന താഡ് മിസൈൽ ഡിഫൻസ് സംവിധാനത്തെയും ഒക്കെ തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭൂമിക്കുള്ളിലേക്ക് നിരന്തരമായി പതിക്കുകയാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ ഇസ്രായേലിലുള്ള മലയാളി സുഹൃത്തുക്കൾ എടുത്തത് ഞാൻ ഇന്ന് രാവിലെ ചില വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി 6, 7, 8, 9 മിസൈലുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായി വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ, പൊട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ വ്യാപകമായ ഒരു ആക്രമണം നടക്കുന്നു. അതിനുശേഷം ഇസ്രായേലിൻ്റെ പ്രതിരോധ കേന്ദ്രം, പ്രതിരോധ ആസ്ഥാനം, അതിനു മുന്നിൽ സ്ഫോടനമുണ്ടാകുന്നു. ആ കെട്ടിടത്തിന് തീ പിടിച്ചതായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ പല കെട്ടിടങ്ങളും വ്യാപകമായി തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും അല്ലാത്തതുമൊക്കെ വ്യാപകമായി തകരുകയാണ്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ പുറത്തുവിട്ട സെൻട്രൽ ഇസ്രായേലിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗസയിലെ കെട്ടിടങ്ങൾക്ക് സമാനമായ അവസ്ഥയാണ് അതിനൊന്ന് കാണാൻ സാധിക്കും. അതായത് അതുപോലെ തകർന്ന് തരിപ്പണമായി പൊടിപോയി കിടക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ദൃശ്യങ്ങൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും സെൻട്രൽ ഇസ്രായേലിലേക്കും ടെൽ അവീവിലേക്കുമൊക്കെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഇറാൻ്റെ മിസൈൽ പെരുമഴ എത്തുന്നു. 6 ഘട്ടങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അതായത് ഈ 200-ലധികം മിസൈലുകൾ 6 ഘട്ടങ്ങളിലായി, ഘട്ടം ഘട്ടമായി ഒന്നിനു പിറകെ ഒന്ന് ഒരു തിരമാല കണക്കെ അയക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. അത് ടെല്ലവീവ് അതുപോലെ തന്നെ ടെല്ലവീവിൻ്റെ സതേൺ മേഖലകൾ, അൽ നഖാബ് റീജിയൻ എന്നിവിടങ്ങളെ സാരമായി ബാധിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലി ബ്രോഡ്കാസ്റ്ററായ ചാനൽ 14 പറയുന്നത് ഒരു മിസൈൽ സതേൺ ടെല്ലവീവിലെ സ്ട്രാറ്റജിക് സൈറ്റിൽ ആഘാതമുണ്ടാക്കിയെന്നാണ്. വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് ആഘാതമുണ്ടാക്കിയെന്ന് ചാനൽ 14 എന്ന ഇസ്രായേലി ബ്രോഡ്കാസ്റ്റർ തന്നെ പറയുന്നു. ഇനി അതിന് പിന്നാലെ വന്ന ഒരു റിപ്പോർട്ട്, ടെല്ലവീവിൽ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയ ഒരു ഇവന്റ് സംഭവിച്ചു എന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ അൽ മൈദീൻ എന്ന മാധ്യമം പറയുന്നത് ഇസ്രായേലി സെക്യൂരിറ്റി മിനിസ്ട്രി കെട്ടിടത്തിന് സമീപം ഹക്കീരിയയിൽ ഒരു മിസൈൽ സ്ഫോടനം നടത്തിയെന്നാണ്. അതായത് ഈ റിപ്പോർട്ടുകളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ തന്ത്രപ്രധാനമായ, വളരെ ഗൗരവതരമായ പലയിടങ്ങളിലും ഇസ്രായേലിൻ്റെ പലയിടങ്ങളിലേക്കും മിസൈൽ എത്തിയിട്ടുണ്ട്, സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം പലതാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നേരത്തെ തന്നെ ഇറാൻ 2-3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ, സൈനിക ആസ്ഥാനങ്ങൾ, പല രഹസ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ, വിവരങ്ങൾ ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങളത് മുഴുവൻ ശേഖരിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ആ ശേഖരിക്കൽ ഈ ആക്രമണത്തിന് കൃത്യത കിട്ടാൻ വേണ്ടി പ്രിസിഷനോടുകൂടി മിസൈൽ അറ്റാക്ക് നടത്താൻ വേണ്ടിയായി ഉപയോഗിച്ചോ എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന ഊഹമാണ് ഇപ്പോൾ കൃത്യമായി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും ഇതോടൊപ്പം ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നൊരു പ്രധാനപ്പെട്ട വിവരം, പൊതുജനങ്ങളോട് ഈ ആക്രമണത്തിൻ്റെ യാതൊരു ചിത്രങ്ങളും വിവരങ്ങളും വീഡിയോകളും ഒന്നും പുറത്തുവിടരുത് എന്ന കർശന നിർദ്ദേശം ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മിസൈലുകൾ വീഴുകയോ പൊട്ടുകയോ ചെയ്യുന്നതിൻ്റെ അല്ല, മറിച്ച് മിസൈൽ വീണ് തകർന്നു കിടക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തുവിടരുതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞതായി, ഭരണകൂടം പറഞ്ഞതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള അജണ്ടയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരം ഊഹാപോഹങ്ങളൊക്കെ ചിലപ്പോൾ സത്യമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. എന്തായാലും അൽഖുദ്സ്, ഹൈഫ, ബിറൽ സാബെ, തബേരിയ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മിസൈലുകൾ സ്ഫോടനം നടത്തിയെന്ന് അൽ മൈദീൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ അൽ നഖബ് ഡെസേർട്ട് എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഉള്ളത്. ഇവിടെയും സ്ഫോടനം നടന്നതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ എയർബേസ്, മിലിറ്ററി സൈറ്റുകൾക്കൊപ്പം ഡിമോണ ന്യൂക്ലിയർ സൈറ്റ് എന്ന് പറയുന്ന ന്യൂക്ലിയർ സൈറ്റും ഈ ഡെസേർട്ടിലാണ് ഉള്ളത് എന്നാണ് ഈ മാധ്യമം പറയുന്നത്. അൽ നഖബ് ഡെസേർട്ടിലേക്ക് ആക്രമണം ഉണ്ടായി എന്ന് അൽ മൈദീൻ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ വലിയ സ്ഫോടനമുണ്ടായി എന്ന് പറയുന്നു. സ്വാഭാവികമായി അത് ആണവ കേന്ദ്രത്തെ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലി ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിന് ആക്രമണം ഏറ്റിട്ടുണ്ട് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന അൽ മൈദീൻ എന്ന പത്രം അതൊരു പ്രോ ഇറാനിയൻ പത്രമാണ്, ലെബനനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാർത്തകളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. അതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ വാർത്ത ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടില്ല, സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അൽ മൈദീൻ ആകട്ടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നത് തെളിയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ ഫോട്ടോകളോ പുറത്തുവിട്ടിട്ടുമില്ല. അതിനവർ കാരണമായി പറയുന്നത് ഇസ്രായേലിൽ ഒരു സെൻസറിങ് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭാഗികമായി പല ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രതികാരം എന്ന നിലയിൽ അതേ നാണയത്തിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാൻ മുതിർന്നാലും അത് നമുക്ക് നടന്നിട്ടില്ല എന്ന് പറയാം, അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു നീക്കവും ഉണ്ടായേക്കാം. എന്തായാലും ഇറാൻ പ്രകോപനം തുടർന്ന് വീണ്ടും ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. 2000-ലധികം മിസൈലുകൾ ഇനിയും ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് കനക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇരു കൂട്ടരും ഈ പ്രകോപനത്തിൽ, ഈ ദേഷ്യത്തിൽ, ഈ പകയിൽ ഇങ്ങനെ തുടർന്നാൽ അത് ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതകൾ വ്യക്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആശങ്ക ഒഴിയുന്നില്ല പശ്ചിമേഷ്യയിൽ എന്നതാണ് യാഥാർത്ഥ്യം.